നല്ലൊരു ദിവസമായിരുന്നു. ഇവിടെ മാർച്ച് 30, 2025. ഇവിടെ എത്രയോ കൊല്ലമായിട്ട് ഞങ്ങൾ ചെയ്യുന്നൊരു പരിപാടിയാണ്. ഇവിടെ കമ്മ്യൂണിറ്റിയിൽ വേൾഡ് കൾച്ചേഴ്സ് ഫെസ്റ്റിവൽ. അതായത് പല പല കൺട്രീസിൽ നിന്നുള്ള ആൾക്കാർ വന്ന് അവരുടെ നാട്ടിൽ ഡാൻസ് പെർഫോമൻസസ് ചെയ്യും. അപ്പം അതിനകത്ത് ഇന്ത്യയെ റെപ്രസെൻ്റ് ചെയ്ത്, നമ്മുടെ ഭാരതത്തിനെ റെപ്രസെൻ്റ് ചെയ്ത് നമ്മൾ കലാഞ്ജലി ഡാൻസ് അക്കാഡമി എന്ന് പറഞ്ഞ എൻ്റെ ഡാൻസ് സ്കൂളിൽ നിന്നുള്ള സ്റ്റുഡൻസ് ചെയ്യും. അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു പെർഫോമൻസ് ഞങ്ങൾ ചെയ്തിട്ട് വന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വിഷ്വൽസ് നമുക്ക് കാണാം. ഇന്ന് ആദ്യത്തെ ഗ്രൂപ്പ് നമ്മളാണ്. ഇന്ത്യ അല്ലെങ്കിൽ ഭാരത് നമ്മൾ റെഡിയായി. വേൾഡ് കൾച്ചേഴ്സ് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ അതൊരു ഇൻഫോർമൽ സെറ്റപ്പാണ്. കുറേ ടേബിൾസ് ഉണ്ട് പല പല കൺട്രീസ് എന്നുള്ള. ഇന്ന് ആക്ച്വലി അവിടെ യുക്രൈൻ, ഖസാക്കിസ്ഥാൻ, കൊറിയ, അങ്ങനെ ആലോചിക്കുമ്പോൾ ഇത്രയും ഡിവേഴ്സ് ആയിട്ടുള്ള കൾച്ചേഴ്സുള്ള ആൾക്കാരെല്ലാം ഈ ഒരു ചെറിയ സ്ഥലത്ത് ജീവിക്കുന്നു. അവരെല്ലാം വന്ന് അതിനെ ഷോക്കേസ് ചെയ്യാൻ വരുന്നു. അതൊക്കെ കാണുമ്പോൾ നല്ല സന്തോഷമല്ലേ. ഇത് ഞായറാഴ്ചയാണ് നടക്കാറ്. 1 to 4 ആണ്. അങ്ങനെ പല പല ആൾക്കാർ വന്ന് തുടങ്ങി. കൊറിയയുടെ ടേബിള്. എൻ്റെ കഴിഞ്ഞ കൊല്ലത്തെ സ്റ്റുഡൻസിൻ്റെ പെർഫോമൻസിൻ്റെ ഗ്ലിംസസ് ഇങ്ങനെ സ്ലൈഡ് ഷോയിൽ വന്നപ്പോൾ ഞാൻ അത് റെക്കോർഡ് ചെയ്തു. അത് കാണാനൊരു പ്രത്യേക സുഖം തന്നെയായിരുന്നു. ജർമ്മനിയുടെ ടേബിള്, ഒരു ബോൺസായി അസോസിയേഷൻ. ഇത് വെസ്റ്റ് ആഫ്രിക്ക എന്നുള്ള ഡാൻസ് ഗ്രൂപ്പായിരുന്നു. നല്ല എൻജോയ് ചെയ്ത് കളിച്ചു. ചൈനീസ് ഫാൻ ഡാൻസ്. ഈ നേറ്റീവ് അമേരിക്കൻ ഗ്രൂപ്പിനെ കണ്ടപ്പോൾ ഞാൻ പോയി സംസാരിച്ചു. എപ്പോഴും ഞാൻ നേറ്റീവ് അമേരിക്കൻസ് അടുത്ത് സംസാരിക്കാൻ ശ്രമിക്കും. ലോകം നമ്മുടെ തറവാടാണ്, അതുപോലെയൊക്കെ തോന്നുന്ന ചില നിമിഷങ്ങളാണ്. ഇൻഫോർമൽ ആയിക്കോട്ടെ ഫോർമൽ ആയിക്കോട്ടെ, അതിങ്ങനെ കാണുമ്പോഴത്തേക്ക് രസം. ഇന്ത്യ ഉണ്ടായിരുന്നു, ഇന്ത്യയുടെ ടേബിൾ ഉണ്ടായിരുന്നു. അതിൽ പല പല ഇന്ത്യൻ ക്വിസീൻസിനെ പറ്റിയും ഇന്ത്യയിലെ വെഡ്ഡിങ്സിനെ പറ്റിയൊക്കെ എഴുതിയിരുന്നു. ഞാൻ ഇന്ത്യയിലാണെന്ന് പറഞ്ഞപ്പോൾ ആ നേറ്റീവ് അമേരിക്കൻ അദ്ദേഹം ചിരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ സ്വന്തം ലേബിൾ കാണിച്ചു, ഇന്ത്യൻ എന്നെഴുതിയത്. ഇത് നമ്മളെപ്പോഴും പഠിപ്പിക്കുന്നത് നമ്മുടെ വളരെ റിച്ചായിട്ടുള്ള സിവിലൈസേഷൻ, നമ്മുടെ കൾച്ചർ എത്ര ആഴത്തിലുള്ളതാണ്, എത്ര പഴമയുള്ളതാണ്. അതേസമയം നമ്മളതൊന്നും വിട്ടുകൊടുക്കാതെ ഇപ്പോഴും നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നു എന്നുള്ള ഒരു നന്ദി, എന്താ പറയുക, നമ്മൾ പറയില്ലേ സ്മരണ വേണമെന്ന് പറയുന്ന പോലെ. അതുപോലെ നമ്മൾ എപ്പോഴും ആലോചിച്ച് അത്ഭുതപ്പെട്ടു പോകും. പ്രത്യേകിച്ച് പല പല കൺട്രീസിൽ നിന്നുള്ള ഡാൻസസ് ഒക്കെ കാണുമ്പോൾ ക്ലാസിക്കൽ ഡാൻസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ നമുക്ക് എത്രത്തോളം ഭാഗ്യവാന്മാരാണ്, നമ്മൾ എത്രത്തോളം നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ആൻസിസ്റ്റേഴ്സിൽ നിന്ന്, നമ്മുടെ പൂർവികരിൽ നിന്നുള്ള ഒരു റിയലൈസേഷൻ, ഒരു ബോധം നമുക്ക് എപ്പോഴും വന്നുകൊണ്ടിരിക്കും ഓരോ പരിപാടി ഇങ്ങനത്തെ ചെയ്യുമ്പോൾ. കാരണം നമ്മൾ റെപ്രസെൻ്റ് ചെയ്യണം ഇന്ത്യയെ അല്ലെങ്കിൽ ഭാരതത്തിനെ. അപ്പോൾ അതിനെപ്പറ്റി ഇത്തിരി സംസാരിക്കാനും എൻ്റെ കുട്ടികളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാനും ഇവിടുത്തെ ആൾക്കാരുടെ മുഖത്തുള്ള ഭാവങ്ങൾ, അവരുടെ സന്തോഷമൊക്കെ കാണുമ്പോൾ, അവരത് കേൾക്കുമ്പോൾ അത് എത്ര ശ്രദ്ധയോടെ. ഇപ്പം ഞാനൊരു ഫ്ലൂട്ടിനെ പറ്റി പറയുകയാണെങ്കിലും കൃഷ്ണനെ പറ്റി പറയുകയാണെങ്കിലും ശിവൻ്റെ മുദ്ര കാണിക്കുമ്പോഴും അവർ ഒന്നും അറിയാത്ത ആൾക്കാരാണ് കൂടുതലും ഇരിക്കുന്നത്. അപ്പോൾ അവർ അത് കാണുമ്പോൾ ആസ്വദിക്കുമ്പോൾ നമുക്കൊരു വളരെ വലിയ സന്തോഷം തോന്നും. കാരണം നമ്മുടെ ആൾക്കാർ കാണുന്നതിലും സന്തോഷമുണ്ടെങ്കിലും അതൊന്നും അറിയാത്ത നമ്മുടെ കൾച്ചറിൽ വളർന്നു വരാത്ത ആൾക്കാരും കൂടെ കാണുമ്പോൾ അത് വേറൊരു സന്തോഷം. പിന്നെ അവരൊക്കെ വളരെ ജെനുവിനായിട്ട്, വളരെ ആത്മാർത്ഥമായിട്ട് കേട്ടിരിക്കും. ഹലോ എവരിവൺ, നമസ്തേ, നമസ്കാരം. I am Sridevi Nair. I am the founder director of Kalanjali Dance Academy. Today we will be presenting Bharatanatyam, one of the oldest classical dance forms. എൻ്റെ സ്റ്റുഡൻസ് ഒരുവിധം തെറ്റില്ലാതെ തന്നെ ചെയ്തു എന്ന് എൻ്റെ ഗുരുക്കന്മാരെ ആലോചിച്ചുകൊണ്ട് പറയാൻ എനിക്ക്. അവരുടെ മാക്സിമം അവർ ചെയ്തു. ഇനിയും ഇമ്പ്രൂവ് ചെയ്യാം, എപ്പോഴും ഇമ്പ്രൂവ് ചെയ്യാമല്ലോ. ഞാനിന്ന് എൻ്റെ ടോക്കിൽ അവിടെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു, ഇറ്റ്സ് എ ലൈഫ് ലോങ് പ്രോസസ്സ്. ഇപ്പോൾ എൻ്റെ കലാമല ക്ഷേമാവതി ടീച്ചർക്ക് ഇന്ന് ചോദിക്കുകയാണ്, ടീച്ചർ എല്ലാം പഠിച്ചു കഴിഞ്ഞു വെച്ചാൽ ഒരിക്കലും ടീച്ചർ പറയില്ല എല്ലാം പഠിച്ചു കഴിഞ്ഞു. കാരണം അതൊരു ലൈഫ് ലോങ് മാത്രമല്ല, പല ലൈഫ് ടൈം എടുത്താലും പഠിച്ച് തീരാത്ത ഒരു ട്രഷറാണ് ഭരതനാട്യം മാത്രം. അപ്പോൾ ഒരു മോഹിനിയാട്ടവും കുച്ചിപ്പുടിയും
മണിപ്പൂരിയും ഒഡീസിയും കഥകളിയും കൂടിയാട്ടവും. എത്ര കൺട്രീസിന് ഇങ്ങനെ പറയാൻ പറ്റും? ഇത്രയും ആർട്ട് ഫോംസ് നമുക്ക്. സാത്രിയ ഇപ്പോൾ 8ാമത്തെ ക്ലാസിക്കൽ ഡാൻസ് ഫോമായിട്ട് റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്നത് സാത്രിയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ അഗൈൻ പല പല റിയലൈസേഷൻസ് നമുക്കതിനെ പറഞ്ഞില്ലേ, ഏറ്റവും ബോധം വരുന്നത് ഇങ്ങനത്തെ കുറേ ചെറിയ പരിപാടിയാണെങ്കിലും അതൊരു വലിയ കാര്യമാണ്. സോ എൻ്റെ സ്റ്റുഡൻസ് ഇത് ചെയ്യുമ്പോഴും ഞാൻ ഹോപ്പ് ചെയ്യുന്നതാണ് അവരങ്ങനെയൊക്കെ കാര്യങ്ങൾ റിയലൈസ് ചെയ്യട്ടെ. അവർക്ക് വെറുതെ നല്ലോണം കോസ്റ്റ്യൂമൊക്കെ ഇട്ട് ഭംഗിയായിട്ട് ചെയ്തിട്ട് വരികയെന്ന് മാത്രമല്ല, അവരുടെ മനസ്സിൽ എന്നത്തേക്കുമായിട്ട് റെസ്റ്റ് ഓഫ് ദിയർ ലൈഫ്സ്, ഒരു ജീവിതകാലം മുഴുവൻ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഓർത്തിരിക്കട്ടെ. ഞാനും ഇതിൻ്റെ പാർട്ടായിരുന്നല്ലോ എന്ന് തോന്നട്ടെ എന്നും കൂടെ എനിക്കൊരാഗ്രഹം എപ്പോഴും തോന്നാറുണ്ട്. കാരണം എൻ്റെ കുട്ടിക്കാലത്തും എൻ്റെ ടീനേജ് ഇയേഴ്സിലും എന്തെല്ലാം നല്ല നല്ല പ്രോഗ്രാംസിൽ പങ്കെടുത്തു, അതൊക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അതേ കാര്യം ഇൻ എ ബെറ്റർ വേ. അന്ന് ഞാൻ ഇന്ത്യയിലായിരുന്നു, കേരളത്തിലാണ് വളർന്നത്. ഇവർ അമേരിക്കയിൽ വളർന്നിട്ടും ജനിച്ച് വളർന്നിട്ടും അവർക്ക് ഇപ്പോഴും ആ കൾച്ചറിൻ്റെ ഭാഗമാവാൻ പറ്റുന്നുണ്ടല്ലോ. അങ്ങനെയൊക്കെ വളരെ നല്ല നല്ല കാര്യങ്ങൾ അറിയട്ടെ എന്ന് ഒരു ആഗ്രഹം എപ്പോഴും ഉണ്ടാവും. പതിവ് പോലെ കുറച്ച് ഫോട്ടോസ് എടുത്തു. ഇതിൽ കുറച്ച് കുട്ടികളെങ്കിലും അടുത്ത കൊല്ലം കോളേജിൽ പോവാണ്. അതുകൊണ്ട് തന്നെ ഇനി കുറച്ച് മാസം കഴിഞ്ഞാൽ അവർ ഭരതനാട്യം ചെയ്യുമോയെന്ന് പോലും അറിയില്ല. സോ ഇതെല്ലാം പ്രഷ്യസ് മെമ്മറീസാണ് അവർക്കും എനിക്കും. ഇത് കാണാൻ വന്നതിൽ വലിയ സന്തോഷം. ഇനി ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോസുമായിട്ട് കാണുന്നവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.